അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ മറ്റ് ചാനലുകളിലെ റിവ്യൂ കാണുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിലെ റിവ്യൂകളും കാണുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സിനിമകളെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുന്നതാണ്, അതിൻ്റെ യഥാർത്ഥ അഭിപ്രായങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ഡിറ്റക്റ്റീവ് കുറ്റാന്വേഷണ കഥ, അതായത് ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഈ ക്രൈം ത്രില്ലർ മൂവിയിൽ വെറുതെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകാതെ കുറേ കോമഡിയും കുറേ മണ്ടത്തരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ കഥ എഴുതിയ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ ആൻഡ് രാഹുൽജി, ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡയറക്ഷനും ഇവർ രണ്ടുപേരും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ കണ്ടിരിക്കാൻ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കഥ കൊണ്ട്, അതേപോലെ തിരക്കഥ കൊണ്ട്, ഡയറക്ഷൻ കൊണ്ട് ഈ സിനിമ കണ്ടിരിക്കാൻ കുഴപ്പമില്ല. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. അതേസമയം ചിരിക്കാൻ കുറേ ഉണ്ട്. ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. ഇതിൽ റോണി ഡേവിഡ് രാജ് കക്ഷിയെ ഓർത്താൽ തന്നെ ചിരി വരികയാണ്. കക്ഷി ശരിക്ക് ഇതിന് മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂക്കയുടെ ആ ഒരു സ്ക്വാഡിൽ അദ്ദേഹം ടീമിലെ ഒരു അംഗമായിട്ടുണ്ട്. അതിൽ വളരെ സീരിയസ് ആയ ക്യാരക്ടറാണ്. അതുപോലെ അങ്ങേരുടെ ഞാൻ ഇതുവരെ കണ്ട സിനിമകളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം വരാറ്. പക്ഷേ ഇതിനങ്ങനെയല്ല, വടിവേലിനെക്കാളും ഒരു കോമഡി പീസ് പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അങ്ങേര് ഇങ്ങനെയൊരു വേഷം ചെയ്യും എന്നുള്ളത് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. നല്ല ചിരിക്കാനുണ്ട്. കാരണം അങ്ങേരുടെ ജോലിക്കനുസരിച്ചുള്ള ഒരു ബുദ്ധിയും ഇതൊന്നുമല്ല അദ്ദേഹത്തിന് ഈ സിനിമയിൽ. വെറും മണ്ടത്തരങ്ങളുടെ രാജാവായിട്ട് അദ്ദേഹം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറേ ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമഡിയിൽ അങ്ങേര് ഈ സിനിമയിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ ധ്യാൻ ശ്രീനിവാസന് ഇതിൽ കോമഡി ഉണ്ട്, മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ധ്യാനിന് വന്നിട്ട് സീരിയസ് ആയ ഒരു കഥാപാത്രവുമാണ്, അതേസമയം കോമഡിയും ഉണ്ട്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസനിലേക്ക് ഞാൻ വരാം, അവസാനം വരാം. അതിനു മുമ്പ് മറ്റുള്ള ക്യാരക്ടറുകളെ കുറിച്ച് പറയാം. പിന്നെ അതേപോലെ സിജു വിൽസനെ ഈ സിനിമയിൽ ഇറക്കിയിരിക്കുന്നത് തന്നെ ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൻ്റെ കാരണം ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കക്ഷി ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറൊരു നടനാണ് ഇത് ചെയ്യുന്നതെങ്കിലും സിനിമ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ആ സിനിമയുടെ ആ ഒരു സക്സസിൻ്റെ മീറ്റിൽ പറഞ്ഞത് ചുളിവിൽ എനിക്കൊരു ഹിറ്റ് കിട്ടിയെന്നാണ്. അതേപോലെ തന്നെ ചുളിവിൽ അങ്ങേർക്കൊരു നല്ല കഥാപാത്രം ഈ സിനിമയിൽ കിട്ടിയിരിക്കുക എന്ന് പറയാം. കാരണം ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിലും തടി അനങ്ങുന്നൊന്നുമില്ല, ആക്ഷനിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇറങ്ങുന്നില്ല. ആള് നല്ല മുണ്ടും ഷർട്ടും അടിപൊളിയായി ഇട്ടിട്ട് വന്നിട്ട് കുറേ ഡയലോഗ് പറഞ്ഞിട്ട് ഉള്ളൊരു കഥാപാത്രം, അത്രയേ ഉള്ളൂ ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിലും. പക്ഷേ ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ് ഇന്ദ്രനീൽ ഗോപികൃഷ്ണന് രാഹുൽജി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ കഥാപാത്രത്തിന് അത്ര മതി. അതുകൊണ്ട് ആ ധ്യാൻ ശ്രീനിവാസൻ ഇത് ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കക്ഷി ഇതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, ഈ കഥാപാത്രത്തെ അങ്ങേര് ഇത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ആക്ഷനിലൊന്നും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് സിജു വിൽസനെ ഒരു കഥാപാത്രമാക്കി ഈ സിനിമയിൽ കൊണ്ടുവന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ധ്യാന് ഒരു കാര്യം പോലും ഹാർഡായിട്ട് ചെയ്യുന്നില്ല. വെറുതെ കുറേ ഡയലോഗ് ചെയ്യുന്നു, കുറേ ചിരിക്കുന്നു, കുറേ സങ്കടം പോലെ ഇരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ വളരെ സീരിയസ് ആയ ഒരു കഥാപാത്രമൊന്നും അദ്ദേഹത്തിൽ ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ഡിറ്റക്റ്റീവ് മോഡൽ സിനിമ ആയതുകൊണ്ട് തന്നെ അത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ട് ഏറ്റെടുത്ത പോലെ തോന്നിപ്പോയി. പക്ഷേ ഇതൊന്നും പോരാ. ധ്യാൻ എന്തായാലും ഇനി നല്ല വേഷങ്ങൾ ചെയ്യണം, നല്ല ആക്ഷൻ സംഭവങ്ങളൊക്കെ എടുക്കണം. അതെന്താ എടുക്കാത്തത് പുള്ളി? സിനിമയിൽ തന്നെയല്ലേ അദ്ദേഹം ഉള്ളൂ. അദ്ദേഹത്തെ വിശ്വസിച്ച് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഉഷാറാക്കേണ്ട ഉത്തരവാദിത്വം ധ്യാനിനുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ആ കഥാപാത്രം ഒരു ചുളിവിൽ നല്ല കഥാപാത്രത്തെ കിട്ടിയതുകൊണ്ട് അതങ്ങോട്ട് ചെയ്ത് സിനിമ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് എന്ന് മാത്രം.
അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ധ്യാൻ കാരണം ഈ സിനിമ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സിനിമ ആ എഴുതിയിരിക്കുന്ന ആ കോമഡികൾ, അതേപോലെ ആ ഒരു ക്രൈം ത്രില്ലറിൻ്റെ ആ ഒരു പോക്കൊക്കെ നന്നായിട്ടുണ്ട്. നല്ല നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അതേപോലെ സീരിയൽ കില്ലറിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓക്കെ. ഈ കഥ കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും ഒക്കെ സിനിമ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം കണ്ടിരിക്കാൻ കുഴപ്പമില്ല കേട്ടോ. കുറേ ചിരിക്കാനുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതിനുള്ള വകയൊക്കെ സിനിമയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന് രണ്ടാം ഭാഗമൊക്കെ എടുക്കാനുള്ള സാധ്യത വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. അങ്ങനെ രണ്ടാം ഭാഗം വരുമ്പോൾ അതിലെ പ്രധാന ഹീറോ ആരാണോ അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.